കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. കേതുദോഷം മാറാൻ. രാഹുകേതു ദോഷം കൊണ്ട് പല ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. രാഹുകേതു ദോഷം വന്നു കഴിഞ്ഞാൽ കേതു എല്ലായ്പ്പോഴും ഒരു അശുഭ ഫലമാണ്. കേതുർദശ എല്ലാവർക്കും മിക്ക ആളുകൾക്കും എല്ലാവർക്കും തന്നെയാണ് ഒരു അശുഭ ഫലം തന്നെയാണ് കേതുർ ദശ തരുന്നത്. കേതുവിന്റെ അപഹാരകാലത്താണ് ജാതകന് ധനനഷ്ടം, സ്ഥാനനഷ്ടം, സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ, കേസ് പ്രശ്നങ്ങള്, വാഹനാപകടം ഇവയൊക്കെ ഉണ്ടാകുന്നത്. എല്ലാ കാര്യവും നല്ല ശ്രദ്ധയോടെ നടത്തുക, അമിതമായ കൂട്ടുകെട്ടുകൾ നടത്താതിരിക്കുക, സാഹസിക പ്രവർത്തികളൊന്നും ഏർപ്പെടാതിരിക്കുക. കേതുദോഷ ശാന്തിക്കായിട്ട് ചാമുണ്ഡി ദേവിയെയോ ഗണപതിയെയോ ഭജിക്കുക. ഈ കേതുദോഷം മാറാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. ചാമുണ്ഡി ദേവിയെ ഭജിക്കുക, ഗണപതിയെ ഭജിക്കുക. ചൊവ്വ വെള്ളി ദിവസങ്ങളില് ചാമുണ്ഡി ക്ഷേത്രത്തിൽ പോയിട്ട്, ചാമുണ്ഡി ക്ഷേത്രം അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുവയ്ക്കുക. എന്നിട്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചാമുണ്ഡിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തിയിട്ട് നമ്മളുടെ പേരും നാളൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും അർച്ചനകളൊക്കെ ചെയ്യാം. തിരുവാതിര, അത്തം, ചോതി, ഉത്രട്ടാതി, ചതയം, രോഹിണി ഈ നാളിലൊക്കെ, ഇങ്ങനെയുള്ള ഈ നാളുകളിലൊക്കെ നക്ഷത്രക്കാരൊക്കെ കേതു ദോഷകർമ്മം, ഇവർക്ക് കേതു വല്ലാതെ ദുരിതം ചെയ്യും. അപ്പൊ അതിങ്ങനെയുള്ള നാളില് കേതു ദോഷകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. ഈ കേതു ദോഷമുള്ളവര് ഈ പറയുന്ന ഒരു മന്ത്രം, ഞാനിപ്പോ ഈ പറയുന്ന ഒരു മന്ത്രം കേട്ടിട്ട് എഴുതിയെടുത്തിട്ട് ആ മന്ത്രം നല്ലതുപോലെ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ രാവിലെയും സന്ധ്യാസമയത്തും നിങ്ങളത് നല്ലതുപോലെ ഒന്ന് പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ഓം ശ്രീ മഹാഗണപതിയെ നമ എന്ന മന്ത്രം, അതായത് ഓം ശ്രീ മഹാഗണപതിയെ എന്ന മന്ത്രം 108 നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ജപിക്കുന്നത് കേതുർദോഷമുള്ളവർക്ക് വളരെ നല്ലതാണ്. ചൊല്ലി ഗണപതിയെ ഭജിക്കുക. ഗണപതിയുടെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ഗണപതി ഈ പറയുന്ന മന്ത്രം 108 ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ തേങ്ങ ഉടയ്ക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് അതുപോലെ ജപിക്കുന്നത് നല്ലതാണ്. രാഹുകേതുക്കൾക്ക് വഴിപാടുകൾ ചെയ്യുക. പിന്നെ കേതു യന്ത്രമോ, കേതുദോഷം മാറാനായിട്ട് കേതു യന്ത്രമോ ക്ഷിപ്ര ഗണപതി യന്ത്രമോ ധരിക്കുന്നതും നല്ലതാണ്. കാരണം ഈ കേതുർദോഷം കൊണ്ട് നമുക്ക് പല നഷ്ടങ്ങളും, ചില ആളുകൾക്ക് ഭയങ്കരമായ വാഹനാപകടമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നുകിൽ കേതുവിന്റെ അപഹാരമോ അല്ലെങ്കിൽ കേതുർദശയോ ആയിരിക്കാം. അപ്പൊ ഈ കേതുവിന്റെ അപഹാരം ഏത് ദശയാണെങ്കിൽ അതിൽ കേതുവിന്റെ അപഹാരം വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് കേതുർ യന്ത്രമോ, കേതുർദോഷം മാറാനായിട്ട് കേതു യന്ത്രമോ ക്ഷിപ്രഗണപതി യന്ത്രമോ ഒക്കെ ധരിക്കുകയും, ഗണപതിയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. രാഹു കേതുക്കൾക്ക് വഴിപാട്, ഇപ്പൊ നവഗ്രഹങ്ങളിൽ രാഹു കേതുക്കൾക്ക് വഴിപാട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓം ശ്രീ മഹാഗണപതി നമ എന്ന മന്ത്രം 108 എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ വിളക്ക് വെച്ചിട്ട് വൈകുന്നേരം സന്ധ്യാസമയത്തും അതിരാവിലെയും നമ്മൾ എല്ലാ ദിവസവും ജപിക്കുന്നത് 108 തവണ പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ കേതുർദോഷം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കേതുവിന്റെ ദുരിതങ്ങൾ നമ്മളെ അലട്ടുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ചെയ്താൽ നമുക്കതിൻ്റെ ആ ഒരു ദോഷ ദുരിതങ്ങൾ മാറിക്കിട്ടും.